നമസ്കാരം. ചായക്കൂട്ടിലേക്ക് സ്വാഗതം. മുൻപൊരിക്കലും ഇല്ലാത്ത ഒരു പ്രചാരം ചുവർച്ചിത്രകലയ്ക്ക് ഇന്ന് കേരളത്തിലുണ്ട്. സീതാ കല്യാണവും കടും നിറത്തിലുള്ള ദേവീദേവന്മാരും എല്ലാം നമ്മുടെ സ്വീകരണ മുറികളിലും നക്ഷത്ര ഹോട്ടലുകളിലും നിറയുന്നു. ചുവരിൽ നിന്ന് ക്യാൻവാസിലേക്കുള്ള ഇതിന്റെ ചുവടുമാറ്റം ഇതിനെ കൂടുതൽ പ്രിയപ്പെട്ട ഒരു കലയാക്കി തീർത്തിരിക്കുന്നു. ചുവർച്ചിത്രകലയിൽ ഇന്ന് യുവ സാന്നിധ്യമായിരിക്കുന്ന രജീവ് അയ്യമ്പുഴയാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം ചായക്കൂട്ടിലേക്ക്. രജീവ്, സ്വാഗതം. പല നിലകളെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്, ഓരോ പോസ്റ്റേഴ്സ് ആണ്. അപ്പൊ ഈ നിലകൾ ഒരു 6ഓളം നിലകൾ ഉണ്ടെന്ന് തോന്നുന്നു അല്ലെ? അതിനെ കുറിച്ചൊന്ന് പറയാമോ? നിലകൾ 6ഓളം നിലകളുണ്ട്. അത് ഋജു, അർദ്ധ ഋജു, സാജിക, പാർശ്വാഗത, പൃഷ്ഠാഗതം എന്നു മുതലായ രീതിയിലേക്ക് വരയ്ക്കുവാനുള്ള എളുപ്പത്തിന് വേണ്ടി അത്തരത്തിലുള്ള കുറെ നിലകൾ ചിത്രസൂത്രം പറയുന്നുണ്ട്. അതിൽ ഋജു എന്ന് പറഞ്ഞാൽ നേരെ നോക്കുന്ന അവസ്ഥ, അർദ്ധ ഋജു കുറച്ചുകൂടി ചെരിഞ്ഞു നോക്കുന്ന അവസ്ഥ, സാജിക കുറെ കൂടി ചെരിഞ്ഞു നോക്കുന്ന അവസ്ഥ, പാർശ്വാഗത എന്ന് പറഞ്ഞാൽ മൊത്തമായി ചെരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ, പൃഷ്ഠാഗത എന്ന് പറഞ്ഞാൽ പുറംതിരിഞ്ഞു നിൽക്കുന്ന അവസ്ഥ. ഇത്തരമുള്ള നിലകളെല്ലാം ധാരാളമായി ചുവർച്ചിത്രകലയിൽ. അതേപോലെ കഥാപാത്രങ്ങളുടെ മുടി, അതേപോലെ കണ്ണുകൾ, അതിനൊക്കെ പ്രത്യേകതകളുണ്ട് അല്ലെ? അപ്പോൾ ഓരോ കഥാപാത്രത്തിന്റെയും ഇത്, അതുപോലെ വർണ്ണങ്ങൾ, അതേപോലെ തമോ ഗുണം, സാത്വിക ഗുണം, അതിനനുസരിച്ചൊക്കെ ഈ വ്യത്യാസം വരുന്നുണ്ട്. ഇതിനെ കുറിച്ചൊന്ന് പറയാം. മുടികൾ, കണ്ണുകൾ മുതലായവയൊക്കെ വളരെ ഒബ്സർവേഷനോട് കൂടിയാണ് നമ്മുടെ കലാകാരന്മാർ ഉപയോഗിച്ചിട്ടുള്ളത്. പ്രകൃതിയിൽ നിന്നും മറ്റ് ജീവജാലങ്ങളിൽ നിന്നെല്ലാം വളരെ സൂക്ഷ്മ പഠനം നടത്തിയതിനു ശേഷം ആണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് നമുക്ക് ചിത്രസൂത്രം മനസ്സിലാക്കുന്ന ഒരാൾക്ക് അറിയാൻ കഴിയും. കുന്തളം, ദക്ഷിണാവർത്തം, തരംഗം, ജൂഡഡസ്വരം, വർദ്ധരം തുടങ്ങിയ മുടികളെ പറ്റി ചിത്രസൂത്രം പറയുന്നുണ്ട്. ഇതിൽ കുന്തളം എന്ന് പറയുന്നത് വളരെ സ്ട്രെയിറ്റായി വളഞ്ഞു കിടക്കുന്ന മുടിയും, ജൂഡഡസ്വരം എന്ന് പറഞ്ഞാൽ കട്ടി കൂടിയ ചുരുണ്ട മുടിയും, സിംഹകേസരം എന്ന് പറഞ്ഞാൽ സിംഹത്തിന്റെ മുടി പോലെ തന്നെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മുടി. അതേപോലെ താടിക്കും മുടിക്കുമുള്ള നിറങ്ങളും അതിനും വ്യത്യാസം വരുന്നുണ്ട് അല്ലെ? പല കഥാപാത്രങ്ങളുടെയും മുടിയുടെ നിറങ്ങൾ അല്ലെ? അതെ അതെ. ഈ ചിത്രങ്ങളിലെ കഥാപാത്രങ്ങളുടെ മുടികൾ, ഈ സ്ത്രീ കഥാപാത്രങ്ങളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ, അവരുടെ താടി, മുടി, അപ്പൊ അത് ആ ഇഴ ചേർത്ത് വരയ്ക്കുന്ന രീതിയും അതിന്റെ നിറവും അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. പ്രധാനമായും ചിത്രസൂത്രം 5 തരം മുടികളെ പറ്റി പറയുന്നുണ്ട്. കുന്തളം, ദക്ഷിണാവർത്തം, തരംഗം, ജൂഡദസ്വരം, വർദ്ധരം, സിംഹകേസരം എന്നീ മുടികളെ പറ്റിയാണ് പ്രധാനമായിട്ടും ചിത്രസൂത്രം പറയുന്നത്. ഇതിൽ കുന്തളം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രൈറ്റ് ആയിട്ട്, കുറച്ച് വളഞ്ഞും സ്ട്രൈറ്റ് ആയിട്ടുമുള്ള ഒരു മുടിയാണ്. തരംഗം എന്ന് പറഞ്ഞാൽ അലകൾ പോലെയുള്ള മുടികളാണ്. സിംഹകേസരം എന്ന് പറഞ്ഞാൽ വളരെ ചുരുണ്ട് തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന മുടിയാണ് സിംഹകേസരം. വർദ്ധരം എന്ന് പറഞ്ഞാൽ വളരെ ശക്തിയുള്ള ഊർജ്ജസ്വലമായ നിൽക്കുന്ന മുടിയാണ് പറയുന്നത്. പിന്നെ ഇത് വരയ്ക്കുമ്പോൾ തന്നെ നമ്മളിപ്പോൾ കാണുന്ന ചിത്രങ്ങളിൽ കാണുന്ന പോലെ നേരെ അതിന് ബ്ലാക്ക് കളർ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ആ കഥാപാത്രത്തിന്റെ സ്വഭാവത്തിനനുസരിച്ചാണ് നമ്മൾ നിറങ്ങൾ കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ അത് വളരെ സമയമെടുത്ത് ഓരോ ഇഴകളായി വരച്ച് എടുക്കുകയാണ് ചെയ്യുന്നത്. വളഞ്ഞിരിക്കുന്ന രേഖകൾ കൊണ്ടുള്ള താടികൾ കാണാം, സ്ട്രെയിറ്റ് ആയിട്ടുള്ള താടികൾ കാണാം. അങ്ങനെ ആ കഥാപാത്രം എന്ത് സ്വഭാവമാണോ ഉള്ളത് ആ സ്വഭാവത്തിനനുസരിച്ചുള്ള മുടികളും താടികളുമാണ് നമ്മൾ ചിത്രത്തിൽ വരച്ചു ചേർക്കാറുള്ളത്. അതായിരിക്കും ഒരു പക്ഷെ ഇത്രയധികം വൈവിധ്യം നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നത്. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഒരു പുതിയ ആസ്വാദകൻ ആദ്യമായി ഒരു മ്യൂറൽ നോക്കുമ്പോൾ ഒരു നല്ല മ്യൂറലിൽ വേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്? അപ്പൊ പലപ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ആസ്വാദകൻ ശ്രദ്ധിക്കേണ്ടത് ഒരു നല്ല മ്യൂറൽ? ഒരു ചിത്രം കാണുന്നത് ഒരു ആചാര്യനാണെങ്കിൽ അദ്ദേഹം ആ ചിത്രത്തിന്റെ രേഖകളെ പറ്റി ആയിരിക്കും ചിന്തിക്കുക, അതിന്റെ ഭംഗിയായിരിക്കും അദ്ദേഹം ആസ്വദിക്കുക. ഒരു ചിത്രകാരനാണെങ്കിൽ അത് ഏത് വിധത്തിലാണ് കമ്പോസ് ചെയ്തിരിക്കുന്നത് അതായിരിക്കും അദ്ദേഹത്തെ ആകർഷിക്കുക. സ്ത്രീജനങ്ങളാണെങ്കിൽ അതിന്റെ ആടയാഭരണങ്ങളോടും വസ്ത്രത്തോടും ഒക്കെ ആയിരിക്കും സ്ത്രീകളുടെ കമ്പം. ഒരു ആസ്വാദകൻ എന്ന നിലയിൽ കാണുമ്പോൾ എന്തൊക്കെ ഈ വരകളുടെ കൃത്യതയാണോ, ഈ വർണ്ണങ്ങളുടെ സംയോജനമാണോ, എന്തൊക്കെയാണ് ഒരു നല്ല മ്യൂറലിൽ നമ്മൾ തേടേണ്ടത്?
ഒരു നല്ല ചിത്രത്തിൽ, ഒരു മ്യൂറൽ പെയിന്റിങ്ങിൽ നമ്മൾ എപ്പോഴും ആ, കണ്ടെത്താൻ കഴിയേണ്ടത് രേഖകളുടെ ഒരു വ്യക്തതയും ഒരു ഭംഗിയുമാണ്. കാരണം ഭാരതീയ ചിത്രകാരന്മാരെല്ലാം വിശ്വസിച്ചിരുന്നത് ആ, ചിത്രകലയുടെ ആത്മാവ് രേഖകളിലാണെന്ന് തന്നെയാണ് വിശ്വസിച്ചിരുന്നത്. അജന്ത കാലഘട്ടത്തിന് ശേഷമുള്ള ചിത്രകാരന്മാരിലെല്ലാം നമുക്ക് ഇത് കാണാൻ കഴിയും. വരയ്ക്കുക, രേഖകൾ കൊണ്ട് ആശയത്തെ ക്യാൻവാസിലേക്ക് അല്ലെങ്കിൽ പ്രതലത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ചിത്രകാരൻ എന്ന് ഇവിടെയുള്ള കലാകാരന്മാർ വിശ്വസിച്ചു പോന്നിരുന്നു. ഞാൻ പ്രത്യേകിച്ചും ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ ഒരുപാട് കള്ളനാണയങ്ങളുണ്ട്. അപ്പോൾ ഒട്ടും പെർഫെക്ഷൻ ഇല്ലാതെ വരയ്ക്കുന്ന, അപ്പോൾ എനിക്ക് ഒറ്റ നോട്ടത്തിൽ അറിയാം ഇതൊരു അത്ര പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാത്ത ഒരു മ്യൂറൽ ചിത്രമാണെന്ന്. അപ്പോൾ അത് എന്താണ് അവയിലില്ലാത്തത്? ഒരു നല്ല മ്യൂറലിൽ വേണ്ടത് എന്താണ് ആ ചിത്രങ്ങളിൽ ഇല്ലാത്തത്? കേരളീയ ചുവർച്ചിത്രകലയ്ക്ക് വളരെ ശക്തവും വ്യക്തവുമായ ഒരു അടിസ്ഥാന പ്രമാണമുണ്ട്, ഒരു അടിസ്ഥാന ശാസ്ത്രമുണ്ട്. ഇത് മനസ്സിലാക്കാതെ വരയ്ക്കുന്ന ചിത്രങ്ങളാണ് ഇന്ന് കാണുന്ന അധികം ചിത്രങ്ങളും. ഭൂരിഭാഗം ചിത്രങ്ങളും കോപ്പി ചെയ്യപ്പെടുകയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിത് ഒന്നുകിൽ അതിന്റെ താലപ്രമാണം തെറ്റായിരിക്കാം, അല്ലെങ്കിൽ അതിന്റെ കണ്ണുകൾ വരച്ചിരിക്കുന്നത് ശരിയായ വിധത്തിലായിരിക്കില്ല. നേരത്തെ ഞാൻ സൂചിപ്പിച്ച പ്രമാണങ്ങളൊന്നും, ചുവർച്ചിത്രകലയുടെ പ്രമാണങ്ങളൊന്നും തന്നെ മനസ്സിലാക്കാതെ വരച്ചിരിക്കുന്ന ചിത്രങ്ങളാണ് ഇന്ന് കാണുന്നതിൽ ഭൂരിഭാഗം. അതുകൊണ്ട് തന്നെയാണ് ആസ്വാദകൻ അത്തരം രീതിയിലൊരു തോന്നൽ ഉളവാക്കുന്നത്. ശരി. പ്രത്യേകിച്ചും ഇതില് നൃത്തകലയുടെ സ്വാധീനം പലപ്പോഴും ഈ ചിത്രങ്ങളിൽ കാണാൻ കഴിയും അല്ലേ? അപ്പോൾ പ്രത്യേകിച്ചും സ്ത്രീ കഥാപാത്രങ്ങളുടെ ആ നിലകളിലും എല്ലാം നൃത്തത്തിന്റെ സ്വാധീനം വളരെയധികം കാണാൻ കഴിയും അല്ലേ? ചരിത്രാതീത കാലത്ത് മുതൽ നർത്തകരും നൃത്തകലയും ചിത്രകാരന്മാരെ സ്വാധീനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഗുഹകളിലൊക്കെ നമ്മൾ കണ്ടിരുന്ന ചിത്രങ്ങളിൽ തന്നെ നൃത്തം ചെയ്യുന്ന ആദിമ മനുഷ്യര്, അവര് മൃഗങ്ങളെല്ലാം കീഴടക്കിയതിനു ശേഷം ആഹ്ലാദത്തോടുകൂടി നൃത്തം ചെയ്യുന്ന ആളുകളെ ധാരാളം ചിത്രീകരിച്ച് കാണാം. അന്നു മുതലേ വർത്തുളമായ രേഖകൾ കൊണ്ട് ഒരു ചലനാത്മകത സൃഷ്ടിക്കാൻ കഴിയുമെന്ന് ചിത്രകാരന്മാർ മനസ്സിലാക്കിയിരിക്കുന്നു. കേരളീയ ചുവർച്ചിത്രകലയിലേക്ക് വരുമ്പോൾ നൃത്തത്തിന്റെ സ്വാധീനം വളരെയധികം കൂടുതലായി നമുക്ക് കാണാൻ കഴിയും. നാട്യകലയിൽ നിന്ന് എടുത്തിട്ടുള്ള ചില നിലകളൊക്കെ ഇതിനകത്ത് വളരെ ഭംഗിയായി ചിത്രകാരന്മാർ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അഭംഗം, ത്രിഭംഗം, സമഭംഗം മുതലായ നിലകളെല്ലാം ഉപയോഗിച്ച് കേരളീയ ചിത്രകാരന്മാർ ധാരാളം ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. അപ്പോൾ വേണു ഊതുന്ന കൃഷ്ണന്റെ ചിത്രം കേരളീയ ക്ഷേത്രങ്ങളിലെല്ലാം തന്നെ വളരെ ധാരാളം നമ്മൾ കാണുന്ന ചിത്രമാണ് വേണുഗോപാല ചിത്രം. ഇത് ത്രിഭംഗ നിലയിൽ വരച്ചിട്ടുള്ള ഒരു ചിത്രമാണ്. ഈ ത്രിഭംഗ നിലയ്ക്ക് ആസ്വാദകനെ പെട്ടെന്ന് സ്വാധീനിക്കാൻ കഴിയുമെന്ന് ചിത്രകാരന്മാർ മനസ്സിലാക്കിയിരിക്കുന്നു. ഇതെല്ലാം നൃത്തത്തിന്റെ സ്വാധീനം. ഇപ്പോഴും ഒഡീസി നൃത്തത്തിൽ വളരെ പ്രചാരത്തിൽ ഉപയോഗിക്കുന്ന ഒരു നിലയാണ് ത്രിഭംഗി എന്നുള്ളത്. പ്രത്യേകിച്ച് ഒരുപാട് നാടകീയത ഈ കഥാപാത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ശൃംഗാര പോസിലിരിക്കുന്ന, കണ്ണാടി നോക്കുന്ന പാർവതി, അതേപോലെ ഒരുപാട് ശൃംഗാര രസപ്രധാനമായ അല്ലെങ്കിൽ വളരെ ക്രുദ്ധരായ മുനിമാർ. അപ്പൊ അതൊക്കെ വളരെ നാടകീയത ഈ കഥാപാത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും അല്ലേ? നാടകീയത തോന്നുക എന്നുള്ളത് സ്വാഭാവികമാണ്. എന്തുകൊണ്ടാണെന്നാൽ ഈ അക്കാലത്തുണ്ടായിരുന്ന എല്ലാ കലാകാരന്മാരും തങ്ങളുടെ കലാരൂപങ്ങളിൽ നിന്ന് മറ്റു കലാരൂപങ്ങളിലേക്ക് പലതും സ്വാധീനിക്കപ്പെട്ടിട്ടുണ്ട്. കൂടിയാട്ടം, കഥകളി പോലുള്ള കലാകാരന്മാരുടെ ചുവടുകൾ, മുദ്രകൾ, നൃത്തത്തിൽ നിന്നുള്ള സ്വാധീനം, ഇതെല്ലാം ചിത്രകാരന്മാർ ഈ ചുവർച്ചിത്രകലയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഉപയോഗിച്ചിരിക്കുന്നത് പ്രധാനമായും ചലനാത്മകത സൃഷ്ടിക്കാവുന്ന ഒരു ഉദ്ദേശം കൊണ്ടാണ് ഇത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് തന്നെ നമുക്കതിനകത്തൊരു നാടകീയത ഫീൽ ചെയ്യും. ഒരു ചിത്രകാരന് തൻ്റെതായ എന്തെങ്കിലും ഒരു മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള സാധ്യത ഇതിലുണ്ടോ? തൻ്റെതായിട്ടുള്ള ഒരു സ്റ്റാമ്പ്, ഒരു ഐഡന്റിറ്റി അതിന് കൊടുക്കണം എന്നുള്ള രീതിയിൽ ഒരു മാറ്റം കൊണ്ടുവരാനുള്ള സാധ്യത ഇതിലുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ ചിത്രകലയുടെ ഒരു പോരായ്മയായിട്ട് നമുക്ക് കണക്കാവുന്ന പുതിയ ലാവണ്യ സങ്കല്പങ്ങളൊന്നും പരീക്ഷിക്കാതെ പോയതാണ് ഇതിനൊരു പോരായ്മയായി എല്ലാവരും എടുത്തു കാണിക്കുന്നതും എനിക്ക് തോന്നിയിട്ടുള്ളതും ഒരു കാര്യം അതാണ്. പക്ഷേ ഈ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ള 9 മുതൽ 10 വരെയുള്ള നൂറ്റാണ്ടുകൾ നമ്മൾ നോക്കിയാൽ കാണാം, അന്നത്തെ കാലഘട്ടത്തിലെ ഒരു ആധുനിക ഉപകരണമായിരുന്നു തോക്ക്. ഈ തോക്ക് ക്ഷേത്രത്തില് ചിത്രങ്ങളിൽ ഉപയോഗിച്ചിട്ടുണ്ട്. വേട്ടാശാസ്താവിന്റെ വേട്ടയ്ക്ക് പോകുന്ന
ചിത്രത്തിൽ അന്നത്തെ ആധുനിക ഉപകരണമായ തോക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ ആ കാലഘട്ടത്തുണ്ടായിരുന്ന കൂടിയാട്ടം, കഥകളി പോലുള്ള മറ്റു കലാരൂപങ്ങളിൽ നിന്നുള്ള സ്വാധീനം എല്ലാം ഇതിനകത്ത് കാണാം. അതുപോലെ ആ കാലഘട്ടത്ത് വന്നിരുന്ന പരദേശികളായ ആളുകളെ ഈ ചിത്രങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള ആനുകാലികമായ ഒന്നിനെയും ഉൾപ്പെടുത്താൻ ആരും തയ്യാറാകുന്നില്ല. അങ്ങനത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തിയാൽ മാത്രമാണ് ഇതിന് ഒരു പുതുജീവൻ ഉണ്ടാകുകയുള്ളൂ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ ഈ ആ സമയത്തെ സംസ്കാരം, ആ സമയത്തുണ്ടായിരുന്ന സംഗീത ഉപകരണങ്ങൾ, അതേപോലെ വസ്ത്രങ്ങൾ, അതേക്കുറിച്ചൊക്കെ നമുക്കൊരു വ്യക്തമായ ധാരണ, ഒരുപക്ഷെ ചരിത്രം എഴുതാൻ തന്നെ ഈ ചിത്രങ്ങൾ നമുക്ക് ഉപയോഗിക്കാം അല്ലേ? തീർച്ചയായിട്ടും അതെ. അന്നത്തെ ഒരു സാമൂഹ്യ അവസ്ഥയും ജീവിത സാഹചര്യങ്ങളും ജീവിത വീക്ഷണങ്ങളെല്ലാം നമുക്ക് ഈ ചിത്രങ്ങളിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. ഇത്തരത്തിലുള്ള സംഗീതോപകരണങ്ങൾ ധാരാളമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. മൃദംഗം, ചെണ്ട, ഓടക്കുഴല്, ഓടക്കുഴൽ ഊതുന്ന കൃഷ്ണൻ, വീണ വായിക്കുന്ന സരസ്വതി, അതുപോലെ നാരദർ ഉപയോഗിക്കുന്ന വീണ, ഇങ്ങനെ ധാരാളം വാദ്യോപകരണങ്ങൾ നമ്മുടെ ചിത്രകലയിൽ നമുക്ക് കാണാൻ കഴിയും. നേരത്തെ രാജീവ് പറഞ്ഞ ഒരു ഇതിലേക്ക് ഞാനൊന്ന് ചേർത്തോട്ടെ. അപ്പൊ ഇതിൽ പ്രത്യേകമായിട്ടും ഒരു ആക്ഷേപം വരുന്നത്, ഒരു ചിത്രകാരന്റെ ചിത്രത്തിൽ നിന്ന് മറ്റൊരു ചിത്രകാരന്റെ ചിത്രം വേർതിരിച്ച് അറിയാൻ കഴിയുന്നില്ല. അപ്പൊ വൈവിധ്യമില്ലായ്മ, ഇതൊക്കെയാണ് പ്രത്യേകിച്ചും മ്യൂറൽ പെയിന്റിങ്സിനെ കുറിച്ച് ഒരു ആക്ഷേപം പറഞ്ഞ് കേൾക്കുന്നത്. ഇതിനെക്കുറിച്ച് രജീവൻ എന്താ പറയാനുള്ളത്? ഇങ്ങനെ ഒരു ആക്ഷേപം വളരെയധികം കേൾക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്നാൽ, ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് കോപ്പി ചെയ്യുക, അല്ലെങ്കിൽ നെറ്റിൽ കണ്ടിട്ടുള്ള ചിത്രങ്ങൾ കോപ്പി ചെയ്ത് വരയ്ക്കുക എന്നുള്ളൊരു സ്വഭാവമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത് ഒരു മുന്നേ പോയ വഴിയിലൂടെയാണ് പിന്നെ പോയവർ പോകാൻ ശ്രമിക്കുന്നത്. നേരെ മറിച്ച് ഇതിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് തൻ്റെതായ കാഴ്ചപ്പാടിൽ ഒരു ചിത്രം വരയ്ക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായും അതിനൊരു വ്യത്യസ്തത ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. അന്നത്തെ കലാകാരന്മാർ ഏതു വിധത്തിലാണ് പ്രകൃതിയെ ഒബ്സർവ് ചെയ്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട്, അതുപോലെ തന്നെ സൂക്ഷ്മഭാവങ്ങളെ രേഖകളിലേക്ക് എങ്ങനെയാണ് ആവാഹിച്ചത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടേതായ രീതിയിൽ വരയ്ക്കാൻ കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പുതിയ ശൈലിയും പുതിയ ചിത്രങ്ങളും ഉണ്ടാകും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അപ്പൊ പുതിയ ആനുകാലികമായ സംഭവങ്ങളും ആശയങ്ങളും ഇതിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ട് രജി? എല്ലാ വിഷയങ്ങളെയും, ആനുകാലിക വിഷയങ്ങളെയും നമുക്ക് അതിലേക്ക് കൊണ്ടുവരാൻ കഴിയില്ലെങ്കിലും കുറച്ചെങ്കിലും നമുക്ക് കൊണ്ടുവരാൻ കഴിയും. കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മാത്രമാണ് ഈ ചിത്രകലയ്ക്ക് മുന്നോട്ട് പോകാനുള്ളൊരു നല്ലൊരു ഭാവി ഉണ്ടാകൂ എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. തീർച്ചയായും അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ സ്വാഗതാർഹമാണ്. പ്രത്യേകിച്ച് നമ്മൾ ചുവർ ചിത്രങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ നമ്മൾ അമ്പലങ്ങളെ കേന്ദ്രീകരിച്ചാണ് പറഞ്ഞത്. പലപ്പോഴും കേരളത്തിലെ പള്ളികളിലും ചുവർ ചിത്രങ്ങളുണ്ട്, പക്ഷേ അവ താരതമ്യേന കുറവാണ് ഇല്ല, എന്തുകൊണ്ടാണത്? പൊതുവെ ആളുകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ക്ഷേത്രത്തിൽ മാത്രമുള്ള ഒരു കലയാണെന്ന് തെറ്റിദ്ധരിച്ചിരിക്കുന്നു. എന്നാൽ ക്രിസ്തീയ ദേവാലയങ്ങളിലും ധാരാളമായി ഇത്തരത്തോളം ചിത്രങ്ങളുണ്ട്. ഒരു 500ഓളം ചിത്രങ്ങൾ നമ്മുടെ ക്രിസ്തീയ ദേവാലയങ്ങളിലുണ്ട്. വളരെ കുറച്ച് മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ, കുറച്ചധികം നശിച്ചുപോയി. ഒരു 4 നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് ക്രിസ്തീയ ദേവാലയങ്ങളിലെ ചിത്രങ്ങളിൽ നമുക്കുള്ളത്. അത് ഒരു പ്രധാന സംഭവം എന്താണെന്ന് വെച്ചാൽ, പാശ്ചാത്യ ചിത്രരചന രീതി കേരളത്തിലേക്ക് കടന്നു വരുന്നത് ഈ കേരളീയ ശൈലിയിൽ അവർ ചുവർ ചിത്രങ്ങൾ വരയ്ക്കാൻ, പള്ളികളിൽ വരയ്ക്കാൻ തുടങ്ങിയ കാലത്താണെന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇതുവരെ നമ്മൾ കൂടുതലായും ചുവർ ചിത്രങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഈ ചുവർ ചിത്രങ്ങൾ ഇപ്പൊ ക്യാൻവാസിലേക്ക് ഒരു ചുവടുമാറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതലും ഈ ചിത്രങ്ങൾ നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതും. അപ്പൊ ഈ ചുവടുമാറ്റത്തെ, ക്യാൻവാസിലേക്കുള്ള ഈ ചുവടുമാറ്റത്തെ താങ്കൾ എങ്ങനെ നോക്കിക്കാണും? ഈ കലയുടെ ഒരു വികാസത്തിനും വളർച്ചയ്ക്കും ഒരു പ്രചരണത്തിനും ക്യാൻവാസിലേക്കുള്ള മാറ്റം വളരെ ഗുണം ചെയ്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ കേരളത്തിൽ നിന്ന് ഇത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിച്ചേരുകയും ആസ്വാദകന് അത് ലഭിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് വെച്ചാൽ, ക്ഷേത്രത്തിൽ മാത്രം ഒതുക്കി നിന്നിരുന്ന ഈ ഒരു കല ഇതൊരു കലയാണ് എന്നും പോലും മനസ്സിലാക്കാത്ത ആളുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എനിക്ക് വളരെ വിഷമം തോന്നുന്ന ഒരു അനുഭവം, ഞാനൊരു ക്ഷേത്രത്തിൽ ഒരിക്കൽ എന്നെ അവിടുത്തെ ചിത്രങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി ക്ഷണിക്കുന്ന ഒരു അവസരത്തിൽ ഞാൻ കണ്ടത് ചൂല് കൊണ്ട് ആ ചിത്രം അടിച്ച്
കഴുകുന്നതാണ് ഞാൻ കണ്ടത്. ഞാനത് തടയുകയും അവിടുത്തെ മാനേജ്മെന്റിനോട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞിട്ട് വരികയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായി. അപ്പോൾ ഇത് കൂടുതൽ ആളുകൾക്ക് കാണാനും ഇതൊരു കലയാണെന്ന് മനസ്സിലാക്കാനും പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നത് കൊണ്ടാവാം അങ്ങനെ സംഭവിച്ചത്. ഇത് ക്യാൻവാസിലേക്ക് വരികയും ധാരാളം ആളുകളിലേക്ക് എത്തുകയും ചെയ്തപ്പോൾ ഇത് ചുവർച്ചിത്രകലയാണ്, ഇത് സംരക്ഷിക്കപ്പെടേണ്ടതാണ് എന്ന് തിരിച്ചറിയാൻ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഈ ക്യാൻവാസിലേക്കുള്ളതിന്റെ ചുവടുമാറ്റം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് ആലേഖ്യ എന്ന് പറഞ്ഞ ഒരു ആർട്ട് ഗാലറിയുടെ ഭാഗമാണ് രജീവ്. അപ്പോൾ ഒരുപാട് വെസ്റ്റേൺ ക്ലയൻസിലേക്ക് ഈ ചിത്രങ്ങൾ പോകുന്നുണ്ട്. ഇതിന്റെ കച്ചവട സാധ്യതകൾ, ഇപ്പോൾ ഒരുപാട് നക്ഷത്ര ഹോട്ടലുകളിൽ ഇതുണ്ട്. ഈ ഗാലറിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇതിന്റെ കച്ചവട സാധ്യതകളെക്കുറിച്ചും ഈ ചിത്രങ്ങളുടെ കച്ചവട സാധ്യതകളെക്കുറിച്ചും ഒന്ന് പറയാം. ഏകദേശം 6 വർഷക്കാലത്തോളം ഞാൻ കേരളത്തിന്റെ വിവിധ സ്ഥലങ്ങളിൽ ചിത്രരചനയുമായി നടക്കുമായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി ഒരു ആസ്ഥാനം വേണം എന്നുള്ള ഒരു ആഗ്രഹത്തിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടാകുന്നത്. എൻ്റെ ശിഷ്യയും ആയിട്ടുള്ള നന്ദിത ബാബുവും അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ സഹകരണത്തോടുകൂടി അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഒരു റെസിഡൻഷ്യൽ ഗാലറിയാണ് ഞങ്ങൾ സ്ഥാപിച്ചിട്ടുള്ളത്. ആലേഖ്യയിലേക്ക് ധാരാളം ആളുകൾ വരുന്നുണ്ട്. പ്രത്യേകിച്ച് വിദേശികളെല്ലാം വെബ്സൈറ്റിൽ കണ്ടിട്ട് ചിത്രങ്ങൾ കാണാനും അത് മനസ്സിലാക്കാനും വരുന്നുണ്ട്. ഞങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ചെറിയ ക്ലാസ്സുകൾ എടുത്തു കൊടുക്കാറുണ്ട്. ഇത് ശരിയായ രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നും പ്രകൃതിദത്ത വർണ്ണങ്ങളെ പറ്റിയും ഇത് പ്രയോഗിക്കുന്ന വിധത്തെ പറ്റിയും എല്ലാം ഞങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. ധാരാളം ആളുകൾ അങ്ങനെ വരാറുണ്ട്. പുതിയ രജീവിന്റെ സംരംഭങ്ങൾ എന്തൊക്കെയാണ്? പുതിയതായി സത്യത്തിൽ ഈ കല നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം എന്ന് വെച്ചാൽ ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പാരമ്പര്യം എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെ അറിവിന്റെ, മൂല്യങ്ങളുടെ, പ്രമാണങ്ങളുടെ തലമുറകളിലേക്കുള്ള കൈമാറ്റം എന്നാണ് പാരമ്പര്യം എന്ന വാക്കുകൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത്. ഈ പാരമ്പര്യത്തെ വരും തലമുറയിലേക്ക് കൊണ്ടുപോകാൻ നിയോഗിക്കപ്പെട്ട ഒരാളായിട്ട് മാറാനാണ് എനിക്ക് ആഗ്രഹം. നല്ല ഒരു ചാലകമായി വർത്തിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് തനതായ രീതിയിൽ ചെയ്യാനും അതോടൊപ്പം തന്നെ ചില പരീക്ഷണങ്ങൾ നടത്താനും ഞാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ ഭാഗമായി പുതിയ കുട്ടികളെ ട്രെയിൻ ചെയ്യുക, അങ്ങനത്തെ സംരംഭങ്ങൾ ഭാവിയിലുണ്ടോ? ധാരാളം പേർ പഠിക്കണം എന്ന ആഗ്രഹവുമായി നമ്മളോട് എത്തുന്നുണ്ട്. പക്ഷെ നമ്മൾ വളരെ വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നല്ല. ധാരാളം സമയവും എഫേർട്ടും ഇതിന് ആവശ്യമുണ്ടെന്ന് അവരെ പറഞ്ഞു മനസ്സിലാക്കും. അങ്ങനെ താല്പര്യമുള്ള ആളുകൾ മാത്രമാണ് നമ്മുടെ അടുത്തേക്ക് വരുന്നത്. അതോടൊപ്പം തന്നെ പുതിയ രീതികൾ പരീക്ഷിക്കാൻ എന്നുള്ള ഒരു താല്പര്യവും ഉണ്ട്. നേരത്തെ നമ്മൾ ക്രിസ്തീയ ദേവാലയങ്ങളുടെ ചിത്രങ്ങളെ കുറിച്ച് ചോദിച്ചു. അപ്പൊ അതിന്റെ താലപ്രമാണം നോക്കിയിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ മറ്റ് ചുവർ ചിത്രങ്ങളെ പോലെയല്ല, വളരെ വ്യത്യസ്തമാണ്. എനിക്ക് തോന്നുന്നു പാശ്ചാത്യ ശൈലിയിൽ നിന്ന് ഒരുപാട് കടമെടുക്കുന്നുണ്ട്. ഈ നിലകളിലും കഥാപാത്രങ്ങളുടെ നിലകളിലും എല്ലാം വളരെയധികം വ്യത്യാസം കാണുന്നുണ്ട് അല്ലേ? അതിനെക്കുറിച്ച് എന്താണ് രജീവ് പറയുക? യഥാർത്ഥത്തിൽ പള്ളികളിലെ ചിത്രങ്ങൾ കേരളീയ ശൈലിയിൽ വരച്ചുവെന്ന് നമുക്ക് തീർത്തു പറയാനാവില്ല. പാശ്ചാത്യരുടെ ഒരു ക്രൈസ്തവ ചിത്രരചനാ രീതിയും ഭാരതീയരുടെ അല്ലെങ്കിൽ കേരളത്തിന്റെ ഒരു ചിത്ര നിർമ്മാണ രീതിയും തമ്മിലുള്ള ഒരു സമന്വയമാണ് പള്ളികളിലെ ചിത്രങ്ങളിൽ നമുക്ക് കാണാവുന്നത്. ക്ഷേത്രങ്ങളിലെ ചിത്രങ്ങളിൽ താലപ്രമാണം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ചിത്രരചന നടത്തിയത്. എന്നാൽ പള്ളികളിലെ ചിത്രങ്ങളിൽ നമുക്കത് കാണാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അതിനൊരു ഫോക്ക് ആർട്ടിന്റെയോ അല്ലെങ്കിൽ ഒരു ചൈൽഡ് ആർട്ടിന്റെയോ സ്വഭാവം ഉണ്ടെന്ന് നമുക്ക് തോന്നും. കേരളത്തിലെ ക്ഷേത്ര ചിത്രങ്ങളിൽ പ്രതീകാത്മകമായി നിറങ്ങൾ കൊടുക്കുമ്പോൾ പള്ളികളിലെ ചിത്രങ്ങളിൽ അവർ കടും നീലയോ കടും പച്ചയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് കുറെ കൂടി വർണ്ണപ്പൊലിമയാണ് അവർ നൽകിയിട്ടുണ്ടായിരുന്നത്. രജീവ്, നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയ കണ്ണുകളെ കുറിച്ചാണ്. ഈ കഥാപാത്രങ്ങൾ ഏത് ചിത്രങ്ങളിലായിക്കോട്ടെ, കേരള ചുവർ ചിത്രം എന്നില്ല, ഏതിലും ഒരു ചിത്രത്തിന്റെ ആത്മാവ് എന്ന് പറയുന്നത് അതിന്റെ കഥാപാത്രത്തിന്റെ ഫീലിങ്സ് അതിന്റെ കണ്ണിൽ കൂടെ ദൃശ്യമാവുമ്പോഴാണ്. അപ്പൊ പ്രത്യേകിച്ച് ഈ ചുവർ ചിത്രങ്ങളിൽ കണ്ണുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട്, അതിലെ ഫീലിങ്ങിന് ഒരുപാട് പ്രാധാന്യമുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് രജീവ് ഒന്ന് പറയൂ. കേരളീയ ചുവർ ചിത്രകലയിൽ വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് കണ്ണുകളെ ചിത്രീകരിച്ചിട്ടുള്ളത്. ഒരു 5 തരം കണ്ണുകളെ പറ്റിയിട്ട് ചിത്രസൂത്രം പറയുന്നുണ്ട്. ശാപാകൃതിയിലുള്ളത്, ശംഖാകൃതിയിലുള്ളത്, കൂവളത്തിന്റെ ഇലയിലോ ആകൃതിയിലുള്ളത്, മീന്റെ ആകൃതിയിലുള്ളത്, പത്മപത്രത്തിന്റെ ആകൃതിയിലുള്ള 5 തരം കണ്ണുകളെ പറ്റി ഇത് പറയുന്നുണ്ട്. ഇത് ഓരോ രസങ്ങൾക്കും ഇതിൽ നിന്ന് കണ്ണുകൾ നമ്മൾ ചൂസ് ചെയ്യാറുണ്ട്. ഇപ്പോൾ പേടിച്ച് ഇരിക്കുന്ന ഒരാൾക്ക് ചെന്താമരയുടെ ഇതുപോലെയുള്ള കണ്ണുകളും
രൗദ്രഭാവം വരുമ്പോൾ ശംഖാകൃതിയിലുള്ള കണ്ണുകളും, ശൃംഗാരത്തോടുകൂടി ഇരിക്കുമ്പോൾ പത്മപത്രത്തിന്റെ ആകൃതിയിലുള്ള കണ്ണുകളും എല്ലാമാണ് ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ചും നമ്മൾ നേരത്തെ ഒരു അക്കാഡമിക് ലെവലിൽ ഇതിന്റെ പഠനത്തെക്കുറിച്ച് പറഞ്ഞു. പ്രത്യേകിച്ച് നിങ്ങളുടെ ഈ ചിത്രസൂത്രം തുടങ്ങിയ ടെക്സ്റ്റ് പഠിക്കാനുണ്ട്. അപ്പൊ അത് വ്യക്തമായി പഠിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകർ ഉണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വളരെ ആചാര്യന്മാരുടെ അടുത്ത് പോയി ഇത് പഠിക്കേണ്ട ഒരു സാഹചര്യമുണ്ടോ? എങ്ങനെയാണത്? വിഷ്ണു ധർമ്മോത്തര പുരാണം ഒരു സംസ്കൃത ഗ്രന്ഥമാണ്. അതിന്റെ ഒരു മലയാളത്തിലുള്ള ഒരു വിവർത്തനം മാത്രമാണ് നമുക്കിപ്പോ ലഭ്യമായിട്ടുള്ളത്. അതിൽ നിന്നാണ് നമ്മളിത് മനസ്സിലാക്കുകയും പഠിക്കുകയൊക്കെ ചെയ്യുന്നത്. അതിന് കൂടുതൽ പഠനങ്ങൾ നടത്തേണ്ടിയിരിക്കുന്നു. ഈ ചുവർച്ചിത്രകലയിലായാലും ഇത്തരം ഗ്രന്ഥങ്ങളിലായാലും കേരളത്തിൽ വളരെ കുറച്ച് മാത്രമേ പഠനങ്ങൾ നടന്നിട്ടുള്ളൂ. രജീവ് അയ്യമ്പുഴ മ്യൂറൽ ആർട്ടിസ്റ്റ്, ചുവർച്ചിത്ര കലാകാരനാണ്. അദ്ദേഹമായിരുന്നു ഇന്ന് ചായക്കൂട്ടിൽ നമ്മുടെ അതിഥി. അദ്ദേഹത്തിന്റെ എല്ലാ സംരംഭങ്ങൾക്കും നമുക്ക് വിജയം ആശംസിക്കാം. ഈ കല കൂടുതൽ കൂടുതൽ പ്രശസ്തമായി തീരട്ടെ, കൂടുതൽ ആളുകളിലേക്ക് ഇത് എത്തട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് രജീവിന് നന്ദി പറയുന്നു. ചായക്കൂട്ടിൽ നിന്ന് ഇന്ന് വിടവാങ്ങുന്നു. നമസ്കാരം.